എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ വന്നിരുന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ നേതാക്കളെ പ്രചരണത്തിന് അയക്കാനുള്ള പണമില്ല, ഞങ്ങൾക്ക് ഫ്ലക്സ് അടിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഈ സർക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഈ സർക്കാർ ഞങ്ങളുടെ പണം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങളുടെ പണം ഫ്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഫ്രീസ് ചെയ്യുന്നത് ജനാധിപത്യത്തെയാണ് എന്നുള്ളത്. അതൊരു ചെറിയ പ്രശ്നമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുന്നു. രാജ്യത്തെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന 2 മുഖ്യമന്ത്രിമാരെ ഇപ്പോൾ ജയിലിനുള്ളിലാക്കുന്നു. ഇന്നിപ്പോൾ അല്പം മുമ്പ് നികേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇന്നിപ്പോൾ ഈ പരമ്പരാഗത മുഖ്യധാരാ മാധ്യമങ്ങൾക്കപ്പുറത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നത് എങ്കിൽ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ആ സോഷ്യൽ മീഡിയ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിന് വേണ്ടിയിട്ടൊരു ഫാക്ട് ചെക്ക് യൂണിറ്റിനെ ഉണ്ടാക്കിയിട്ട് അത് നോട്ടിഫൈ ചെയ്തു. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വാർത്തകളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന, കേന്ദ്ര സർക്കാരിന് എതിരായി വരുന്ന വാർത്തകളെ ഫ്ലാഗ് ചെയ്തിട്ട് അതെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും എടുത്തു കളയാൻ കഴിയുന്ന ഒരു നിയമം പാസാക്കി വിജ്ഞാപനമിറക്കിയത് ഇന്ന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി അത് മാറ്റിവെച്ചു. അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതാണ് ഇന്ന് സുപ്രീം കോടതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ വിധി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന അതിഗംഭീരമായൊരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ വരുന്ന വാർത്താ മാധ്യമങ്ങളെ മാത്രമല്ല, ഇന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് രാജ്യത്ത് സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സമൂഹ മാധ്യമങ്ങളെ പരമാവധി നിയന്ത്രിക്കാനും അവയെ തങ്ങളുടെ വരുതിക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയൊരു ശ്രമമാണ് സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ടത്. അത് പരാജയപ്പെട്ടെങ്കിൽ പോലും ആ ഇൻറ്റൻഷൻ എത്ര വളരെ വളരെ ഗുരുതരമാണ് എന്ന് നോക്കൂ. അങ്ങനെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇലക്ഷൻ കമ്മീഷണർക്ക് രാജിവെക്കേണ്ടി വരുന്നു. എന്താ കാര്യം? അവിടെ ഇലക്ഷൻ കമ്മീഷനിൽ സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സംവിധാനത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ച് പോയി എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നതാണ് ഒപ്പോസിഷൻ ലീഡറും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രധാനമന്ത്രിയും ചേരുന്ന ഒരു സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുക. ഇപ്പോൾ പുതിയ നിയമം വന്നിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു കേന്ദ്രമന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവുമാണ്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദത്തിന് ഒരു വിലയും ഉണ്ടാവില്ല. നോക്കൂ, ഈ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ പിടിച്ചെടുക്കുന്നു, മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നു, പല പാർട്ടികളിലെയും നേതാക്കളെ ഡിഫെക്ഷൻ നടത്തി ഇപ്പുറത്തേക്ക് കൊണ്ടിരുന്നു. ഞാൻ ഏറ്റവും അത്ഭുതത്തോടുകൂടി കണ്ട സംഭവം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണി മുംബൈയിൽ യോഗം ചേരാൻ തീരുമാനിച്ചപ്പോൾ ഒരു പാർലമെന്റ് സെഷൻ വിളിച്ചു. ഇവിടെ ആ പാർലമെന്റ് സെഷൻ സാധാരണഗതിയിൽ വിളിച്ചാൽ പ്രതിപക്ഷ ബഹുമാനമുള്ള ഏതൊരു ഭരണകൂടവും ആദ്യം എന്താണ് ആ സെഷന്റെ ഉദ്ദേശമെന്ന് പറയും. എന്തിനാണ് ആ പാർലമെന്റ് സെഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നറിയാൻ ആ പാർലമെന്റിലെ എല്ലാ അംഗങ്ങൾക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു പാർലമെന്റ് സെഷൻ അങ്ങ് വിളിക്കുകയാണ്. ഇനി ഞങ്ങൾ പ്രഖ്യാപിക്കും, ഞങ്ങൾ തീരുമാനിക്കും, അജണ്ട അപ്പോൾ പറയും, നിങ്ങൾ വന്നുകൊള്ളണം. ഈ രീതിയിൽ ജനാധിപത്യത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് യാതൊരു തരത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവുമില്ല. പ്രതിപക്ഷ പാർട്ടികളെ EDയും CBIയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഡിഫെക്റ്റ് ചെയ്യിക്കുക, അങ്ങനെ സർക്കാരുകളെ അട്ടിമറിക്കുക, അതുപോലെ തന്നെ ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുക. ആ നിയമനിർമ്മാണം പരാജയപ്പെടുമ്പോൾ സുപ്രീം കോടതിയെ പോലും പരിഹസിക്കുക. ഒരു പ്രധാനമന്ത്രിയാണ്, നാട്ടിലെ പ്രധാനമന്ത്രി ഇറങ്ങി നിന്നിട്ടാണ് സുപ്രീം കോടതിയിൽ ഒരു വിധിയെ കളിയാക്കിക്കൊണ്ട് അടുത്ത ദിവസം പ്രസംഗിച്ചത്. ഇക്കാലത്ത് കുചേലൻ കൃഷ്ണനെ പോയി കണ്ടിട്ട് ഒരു പിടി അവല് കൊടുത്താൽ ആരെങ്കിലും ഒരു വീഡിയോ പകർത്തി അതൊരു PIL ആയിട്ട് സുപ്രീം കോടതിയിൽ ചെന്നാൽ അത് അഴിമതിയാണെന്ന് സുപ്രീം കോടതി പറയുമെന്ന് പറഞ്ഞു. എപ്പോഴാണ്? ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് വിധി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നീതിന്യായ പീഠത്തെ രാജ്യത്തിൻ്റെ ഭരണാധിപനായ പ്രധാനമന്ത്രി തന്നെ പരിഹസിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഭരണകൂട സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഈ രീതിയിൽ നടത്തുന്ന നീക്കങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്ത്യൻ ജനാധിപത്യം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ആകുലപ്പെടേണ്ടതുണ്ട്. Meet the editors.